നമുക്കൊരാളോട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അതാണ് എൻ്റെ പാരന്റ്, അതാണ് എൻ്റെ ടീച്ചർ, അതാണ് എൻ്റെ ലവർ, അതാണ് എൻ്റെ എല്ലും. പിന്നെ എന്തിനാണ് പുറത്തൊരു ബെസ്റ്റ് ഫ്രണ്ട് ആവശ്യം? എന്താ എൻ്റെ രൂപം പറയാം, നമ്മളെ ഗേൾ ഫ്രണ്ട് ആയിരുന്നെങ്കിൽ 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 എന്നുള്ള രൂപത്തിൽ നമ്മൾ കെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. നമുക്ക് ടിപ്സുമാണ് എങ്ങനെ ഒരു കുട്ടിയെ സെറ്റാക്കാമെന്നും എങ്ങനെ ബ്രേക്കപ്പ് ആവുമെന്ന് നമുക്ക് പറഞ്ഞു തരാൻ കിടലൻ ആളിവിടെ എത്തിയിട്ടുണ്ട്. ദ മാനിപ്പുലേറ്റിംഗ് കിങ് എന്നൊക്കെ പറയാം. ശരിക്കും ഞാൻ ഇവൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ടും ഇവൻ്റെ ഒരു എന്താ പറയുക ഫ്ലോസ് ആയിട്ടൊക്കെ കാണുന്നത് ഈ ഒരു ഒറ്റ സാധനമാണ്. ഇവന് ഊരാനും അറിയാം, അത് ഇടാനും അറിയാം. അപ്പോൾ അങ്ങനെ ഐ മീൻ അറ്റാച്ച് ആവാനും അറിയാം, അത് ബ്രേക്ക് ആക്കാനും അറിയാം. റിലേഷൻഷിപ്പിന് അത്രത്തോളം പക്കായി കൊണ്ടുനടക്കുന്ന ചെക്കനാണ്. സിങ്കിൻ്റെ ഒരു ടിപ്പൊന്നും യൂസ് ചെയ്തില്ല. സോ വെൽക്കം ചെയ്യാം. നമസ്കാരം, നന്ദി. 5 സുൽത്താൻ, ഏജ് എത്രയാണ് ഇപ്പോൾ? എനിക്കിപ്പോൾ 21 ആയിട്ടുള്ളൂ. പക്ഷേ 25 വർഷം ജീവിച്ചവർ ഇത് മേ ബി എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ പറയൂ, എങ്ങനെയാണ് ഒരു ക്രഷിനെ എങ്ങനെ ലൈനാക്കാം? ഞാൻ പൊതുവെ യൂസ് ചെയ്യുന്നൊരു ട്രിക്ക് ഉണ്ട്. അതായത് നമുക്കിപ്പോൾ ഒരാളോട് ക്രഷ് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതിവിടെ വെക്കട്ടെ. നമുക്കിപ്പോൾ ഒരാളോട് ക്രഷ് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓൾറെഡി നമ്മുടെ വൈഫാണ് എന്നൊരു രീതിക്ക് ആംഗിൾ മാറ്റട്ടെ. നന്ദി, എന്നെ ഈ ഷോയിലേക്ക് വിളിച്ചതിൽ ഒരുപാട് നമസ്കാരം. മോതിരങ്ങളൊക്കെ കാണുക. മോതിരങ്ങൾക്കൊക്കെ പിന്നിൽ ഒരുപാട് സ്റ്റോറികളുണ്ട്, കഥകളും. അപ്പോൾ നമുക്കൊരു അത് പിന്നെ കേൾക്കാം, അത് ഇത് കേൾക്കാം. എങ്ങനെ നമുക്ക് മാനിപ്പുലേഷൻ കിങ് ആണ് കേട്ടോ. പറയൂ, എങ്ങനെ സെറ്റാക്കാം? നമുക്കൊരാളോട് ക്രഷ് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഫസ്റ്റ് ഒരു കമ്പനി, അതായത് ജസ്റ്റ് എങ്ങനെയെങ്കിലും പരിചയപ്പെട്ട നെഗറ്റീവ് ആവരുത്. നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ നിന്ന് പോയി. പോസിറ്റീവ് എന്ന രൂപത്തേക്ക് ചെറിയ എന്തെങ്കിലും ഒരു കമ്പനി നമ്മൾ പറ്റി പിടിപ്പിക്കാൻ നോക്കുക. ആ കമ്പനി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരാളെ നമ്മളെ ലൈക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വൈഫ് എന്നുള്ള രീതിക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മൾ ഗേൾ ഫ്രണ്ട് ആണെന്നുള്ള രീതിക്ക്. ഇപ്പോൾ ഇവനാണ് ആ പെണ്ണെന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ കമ്പനി ചെയ്യാണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പറയും, നമ്മളിങ്ങനെ നമ്മളെ ഗേൾ ഫ്രണ്ട് എന്നുള്ള രീതിക്ക് ഇങ്ങനെ അവളോട് സംസാരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വേറെ ഏതെങ്കിലും ഒരു ചെക്കൻ വന്നിട്ട് പന്നോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ചോദിച്ചാൽ, അപ്പോൾ ഞാൻ അങ്ങനെ പറയും, മോൻ എന്തിനും എൻ്റെ കുട്ടീനോട് ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യം, അങ്ങനെ പറയാം. മനസ്സിലായ? എൻ്റെ കുട്ടീനോട് എന്നുള്ള ഫ്രേസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുക. അതേമാതിരി അല്ല, പക്ഷെ നമ്മളിങ്ങനെ നമ്മൾ ഫ്രണ്ട്സിനാണ് ഇതിന് എൻ്റെ കുട്ടീനോട് ഇങ്ങനെ വെറുതെ ഒരു കുട്ടിക്ക് ഹോപ്പ് കൊടുക്കുക. അതന്നെ. എന്നിട്ട് പിന്നെ വേറെ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവനെ ഞങ്ങളെ കല്യാണം പഠിത്തമൊക്കെ ഉണ്ടാകുന്നതാണ് ഇല്ലടി, അങ്ങനെ നമ്മളെന്താ നമ്മളെ ഗേൾ ഫ്രണ്ടിനെ മാതിരി ട്രീറ്റ് ചെയ്യുക. അതിലിങ്ങനെ ഓളിങ്ങനെ വീകും. പിന്നെ അതിങ്ങനെ നമുക്കിങ്ങനെ തോന്നുകയാണ്, ഇങ്ങനെ വീണ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അപ്പം അടുത്ത ട്രിക്ക് ഇടണം. അടുത്ത ട്രിക്ക് എന്താണെന്നല്ല, അടുത്ത ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിനെ പറ്റി സംസാരിക്കുക. അതായത് ഇവൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഇഷ്ടം നമ്മളോട് തുടങ്ങിയെന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇടണം. എൻ്റെ ഗേൾ ഫ്രണ്ടൊക്കെ പീരിയഡ്സ് ടൈമിലാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ചെറിയ ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ചിട്ട് ഞാനൊരു ഹുഡ് ഇട്ട് കൊടുത്താണ്ട് ചോക്ലേറ്റൊക്കെ ക്രേവിങ്സ് ആയിട്ട് കൊടുക്കാണ്ട് ഞാൻ എൻ്റെ മേത്ത് കിടത്തി ഉറക്കും. നമ്മൾ കെയർ ചെയ്യണ സംഭവം ഇങ്ങനെ പറയാം. നമ്മളിങ്ങനെ കെയർ ചെയ്യുന്ന രൂപം പറയാം. നമ്മളെ ഗേൾ ഫ്രണ്ട് ആയിരുന്നെങ്കിൽ എന്നുള്ള രൂപത്തിൽ നമ്മൾ കെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ കൂടുതൽ ഇഷ്ടം. പിന്നെ നമ്മളെ ഫ്യൂച്ചർ ഗോൾസ് സംസാരിക്കുക. അതായത് എൻ്റെ ആഗ്രഹം ഇങ്ങനെ ഒരു ലംബോർഗിനിയാണ്. അപ്പോൾ അതിൽ ഞാൻ കാണുന്നത് എൻ്റെ സൈഡിൽ ഇങ്ങനെ സൈഡിൽ ഇരിക്കണം, അതിൻ്റെ മടിയിൽ നമ്മളെ കുട്ടി എന്നുള്ള രീതിക്ക് അങ്ങനെയൊക്കെ വരാം. അപ്പോൾ ഈ പെണ്ണിന് ഓട്ടോമാറ്റിക്കലി അപ്പോൾ ഓൾറെഡി ഈ ഒരു സ്ത്രീക്ക് നമ്മളെ കൂടെയുള്ള ഫ്യൂച്ചർ ഒരു സ്വപ്നം കാണാൻ തുടങ്ങും. പിന്നെ ഉപയോഗിക്കാൻ പിന്നെ ഉപയോഗിക്കേണ്ട ട്രിക്ക് പറഞ്ഞാൽ നമ്മൾ പറയാം, ഇങ്ങനെ ചില ടൈമിൽ ഇങ്ങനത്തെ ഓരോന്ന് പറയാം. അതായത് ആലോചിച്ചൊക്കെ നമ്മളെ കല്യാണത്തിൻ്റെ അന്ന് എല്ലാവരും നമ്മളെ ചുറ്റിലും കേൾക്കണം. ഞാൻ അങ്ങനെ എൻ്റെ കഴുത്തിൽ മയറി നോക്കിക്കൂടി, ഞാൻ തന്നെ എൻ്റെ കഴുത്തിൽ മയറി. ഇത് വേറെ ഇതിലേക്ക് ഡിബേറ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവൻ ഡിസ്കസ് ചെയ്യണത് മൊത്തം കല്യാണം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇല്ല ഇത് മുട്ടായി എടുക്കല. ഇവൻ ഫസ്റ്റ് നൈറ്റ് വരെ ഇങ്ങനെ ആദ്യം പറഞ്ഞ് ആ കുട്ടിയെ കബളിപ്പിക്കപ്പെടാനും സാധ്യതയുണ്ടെന്ന് നിങ്ങൾ കരുതും. പക്ഷെ അങ്ങനെ ഇല്ല. ചെയ്യാൻ പാടില്ല. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്യൂച്ചർ നമ്മളെ കൂടെ സ്വപ്നം കാണും, നമ്മളോട് അഡിക്റ്റ് ആവും. പിന്നെ ആ പെണ്ണിന് നമ്മളില്ലാതെ പറ്റൂല. ഓള് ഫ്യൂച്ചർ നമ്മളെ കൂടെ ആവും ചെയ്യും. അതായത് ഓൾക്ക് ഇങ്ങോട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കേട്ടോ മലയാള. പിന്നെ രണ്ടാമത്തെ നെഗറ്റീവ് ആവരുത്. രണ്ടാമത്തെ ഇത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള. ഓൾവേസ് പോസിറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യാം അല്ലേ. അതായത് ഓൾക്ക് ഒരിക്കലും നെഗ് അടിപ്പിക്കരുത്. നെഗ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓൾ പെഗ് അടിച്ചെന്ന് നിൽക്കുള്ളൂ. പിന്നെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയാനുള്ളത്, ആ കുട്ടി എങ്ങനെ വൈഫാക്കാം ലവിനെ. അതെന്തായാലും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഫ്യൂച്ചർ സംസാരിക്കുമ്പോൾ ഓള് നമ്മളെ കൂടെയുള്ള ഫ്യൂച്ചർ സ്വപ്നം കാണാൻ തുടങ്ങും. പിന്നെ ഇത് പറഞ്ഞു കൊടുക്കുക, ഇതിൽ നമ്മൾ പാലിക്കണം മര്യാദകൾ, നമ്മൾ ലോയൽ, അതൊക്കെ പറഞ്ഞു കൊടുക്കുക. നമ്മൾ ലോയൽ ആവണം. പിന്നെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരറിയരുത്. അപ്പോൾ അങ്ങനെ നമ്മൾ കുരുത്തക്കേട് കളിക്കുകയാണെന്ന് അങ്ങനെ കളിക്കാൻ പാടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ലോയൽ ആവണം. അങ്ങനെ
നമ്മൾ കുരുത്തക്കേട് കളിക്കരുത് പറഞ്ഞാൽ ഓരറിയരുത് എന്നല്ല നമ്മൾ പറഞ്ഞത്, നമ്മൾ മനസ്സുകൊണ്ട് അറിയാതെ പോലും കുരുത്തക്കേട് കളിക്കരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത്രയും നമ്മൾ ഒരാളോട് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരാളെ ചതിക്കാൻ തോന്നരുത്, അത് ചീറ്റിംഗ് ആണ്. അതെ. പിന്നെ മൈനർ ചീറ്റിംഗ് ഉണ്ട്. നമുക്ക് ബെസ്റ്റിൻ്റെ അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഒരാളോട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അതാണ് എൻ്റെ പാരന്റ്, അതാണ് എൻ്റെ ടീച്ചർ, അതാണ് എൻ്റെ ലവർ, അതാണ് എൻ്റെ എല്ലാം. പിന്നെ എന്തിനാണ് പുറത്തൊരു ബെസ്റ്റ് ഫ്രണ്ട് ആവശ്യം? എന്താ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു ഇതില്ല, ബെസ്റ്റ് ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ല. നമുക്ക് ഗേൾ ഫ്രണ്ട് എന്ന് പറയണതാണ് നമ്മളെ എല്ലാം. എനിക്ക് എൻ്റെ ഫ്രണ്ടായിട്ട് ഓള് മതി, എൻ്റെ ടീച്ചറായിട്ട് ഓള് മതി, എൻ്റെ എല്ലാം ആയിട്ട് ഓള് മതി, എൻ്റെ എല്ലാതും ഓള് മതി. പിന്നെ എന്തിനാ നമുക്ക് പുറത്തൊരു ബെസ്റ്റിന്റെ ആവശ്യം ഇല്ല. സോ ബെസ്റ്റുകൾ നാടിന് ആപത്തോ എന്ന വിഷയമായി നമ്മൾ അടുത്ത ബ്ലോഗിൽ വരും. പിന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന കുട്ടി വേറെ ആളുടെ കയ്യിലാണെങ്കിൽ നമുക്ക് എങ്ങനെ വളച്ചെടുക്കാമെന്ന് അതിന് വലിയ സാധ്യതയുണ്ട്. കാരണം ഇപ്പം നിന്റെ കുട്ടിയും നീയും സെറ്റാണ്, പക്ഷെ എനിക്കിഷ്ടം ആ കുട്ടിയാണ്. അപ്പം ആ കുട്ടി എനിക്ക് സെറ്റാക്കാൻ എന്തെങ്കിലും ഹോപ്പുണ്ടോ? ഇപ്പം എൻ്റെ കുട്ടീനെ എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ കുട്ടിയായോണ്ടല്ലോ എനിക്ക് ഇഷ്ടമോ? എനിക്ക് ആ കുട്ടീനെ ഓൾറെഡി ഇഷ്ടമാണ്. അതിന് ശേഷം നിങ്ങൾ തന്നെ സെറ്റായി, അപ്പോൾ എൻ്റെ ഇഷ്ടം പോണില്ലല്ലോ, എൻ്റെ ഇഷ്ടം അവിടെ ഉണ്ടല്ലോ. ആ കാര്യത്തിൽ 50-50% ചാൻസ് ആണ്. ചിലപ്പം കിട്ടും, ചില കുട്ടികളെ കിട്ടും, ചില കുട്ടികളെ കിട്ടൂല. നമ്മൾ ആ കുട്ടീനെ അത് പൊട്ടിച്ചിട്ടാണെങ്കിലും നമ്മൾ എടുക്കാൻ ശ്രമിക്കാൻ പറ്റുമോ? അത് മോശമാണോ? മോശമാണ്. നമ്മള് ഇഷ്ടത്തിന് നമ്മളൊക്കെ ഇഷ്ടമാണ്. വലിയ പറഞ്ഞാൽ എന്നാ അപ്പൊ എന്റെ കൊപ്ര മഴ പെയ്യാൻ ചാൻസ് ഇല്ല. പക്ഷെ നമ്മളൊരു സെൽഫ് ലവ് അല്ലെങ്കിൽ അയാൾ അത്ര അഡിക്റ്റഡ് ആണ്. ലൈക്ക് ഇപ്പൊ കല്യാണം ഉറപ്പിച്ച പിന്നെ ഒളിച്ചോടി കൊണ്ടുപോണ നടനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കേരളത്തില് അല്ലേ? ഫിലിമില് കുറെ പടത്തിൽ കണ്ടില്ലേ? കുറെ പടത്തില്. അപ്പൊ ഞാൻ പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് തെറ്റായിട്ടൊന്നും ഫീൽ ചെയ്യണ്ട, ബാഡ് തന്നെയാണ്. കാരണം നമ്മൾ ഒരുപാട് പേരെ ചതിച്ചിട്ട് നമ്മളൊരു ഇഷ്ടത്തിന് വേണ്ടി എത്ര കൊടുക്കുമ്പോൾ നമ്മൾ ആ ഫാമിലിക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാലകാലം നില നിൽക്കണമെങ്കിൽ അത് നമ്മൾ ഇഷ്ടപ്പെടുന്ന കുട്ടികളെ കിട്ടണമെന്നാണ്. അങ്ങനല്ലേ? ഞാനും ഓളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പിൽ സ്കോർ ചെയ്യാം. മനസ്സിലായ? ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും അടി പിരിഞ്ഞിക്കണെന്നുണ്ടെങ്കിൽ ഇത് ചോദിച്ചുകൊണ്ടിരിക്കണം. തറവാട്ട് പറഞ്ഞ ഒരു മോളാണെങ്കിൽ വരില്ല. തറവാടില്ലാത്തൊക്കെയാണ് കിട്ടും. ഞങ്ങളിപ്പൊ മനസ്സിലാക്കി ഇപ്പൊ ഞങ്ങൾ എന്താ പറഞ്ഞറിയോ? കൊറേ ഇങ്ങനത്തെ തറവാട് പറക്കാത്ത കൊറേ പെണ്ണുങ്ങളുണ്ട്. നിങ്ങളോടാണ് ഞങ്ങൾ പറഞ്ഞത്, അല്ലാതെ തറവാട് പറക്കാത്ത ചെക്കന്മാർക്കാണ് ഓല് ബോൺ ചെയ്തത്. സോ നിങ്ങളത് ചൂസ് ചെയ്യാം. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ കുട്ടി ഫ്രഷ് ആണോ എന്ന വിഷയമാണ്. അതില് എനിക്കൊന്നും പറയാനില്ല. അത് ഇനി ഫ്രഷ് ആണെങ്കിലും അല്ലെങ്കിലും സ്നേഹിക്കുക. കാരണം പാസ്റ്റ് എന്തോ ആയിക്കോട്ടെ, പഠിച്ചോൻ പൊറുക്കുന്നുണ്ട്, പിന്നെ നമുക്ക് പുറത്താൽ എന്താ? പാസ്റ്റ് എല്ലാ വീട്ടുകാരും അക്സെപ്റ്റ് ചെയ്യും, ഈവൻ കാസ്റ്റ് അവർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും. അതാണ് കേരളം. ഓക്കെ. പിന്നെ ചില ആൾക്കാർക്ക് ഉണ്ടാവും, ഐ മീൻ ഇവർ കാത്തു സൂക്ഷിച്ച ഒരു കസ്തൂരിമാകുമ്പോൾ വേറെ ആൾ കട്ടുണ്ടെന്നൊക്കെ ആ ഫീൽ ഉണ്ടാവും. അവരോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ക്വാളിറ്റി നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ ചോദിക്കണം നിങ്ങളെ പാർട്ട്ണറിനോട് ആദ്യം തന്നെ. എന്നിട്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ. ഇഫ് യു ഗോ ഫോർ ആൻ അറേഞ്ച്ഡ് ഓർ ലവ് മാരേജ്, ഫ്രഷ് ആണോ അല്ലേ അത്ര വേണം. കാരണം നമ്മൾ അത്രത്തോളം ചൂസ് ചെയ്യാണ്. കാരണം ഇയാൾ ഇപ്പോൾ ഇതൊരു 25 കൊല്ലം അത് നിന്നത് ആ ഒരു കുട്ടിക്ക് വേണ്ടിയാണ്. അതിന് ഇവൻ്റെ ഫ്യൂച്ചർ വൈഫിനാണ്, ഹസ്സിനാണ്, വെഡ്ഡിങ് ഗിഫ്റ്റാണ് ഇപ്പം വെർജിനിറ്റി എന്ന് പറഞ്ഞത്. പക്ഷെ പലരും ഇപ്പോൾ അത് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞ എന്താ അറിയോ, നമ്മൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങിയതിൻ്റെ ശേഷം മുതൽ അങ്ങോട്ട് ലോയലായ മതി. എന്നെ വിളിക്കണം, അതിൻ്റെ ശേഷം മുതൽ അങ്ങോട്ട് ലോയലായാൽ മതി. അതിൻ്റെ മുന്നുള്ള കാര്യം എന്തോ ആയിക്കോട്ടെ, അത് നമ്മളെ ബോധർ ചെയ്യണില്ല. നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയ ഒരു മൊമെന്റ് മുതൽ പിന്നീട് അങ്ങോട്ട് ലോയലാണ്. താങ്കൾ വെർജിനാണോ? വിർജിൻ മൊജിറ്റോ ശരിക്കാണ്. എന്നോട് പറയും ഗായ്സ്, നമ്മൾ അഞ്ചലിൻ്റെ പേഴ്സണലിനോട് ജസ്റ്റ് കയറുകയാണ്. ഫസ്റ്റ് ലവ് കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ? ഫസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ലവ് കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് കിസ് കഴിഞ്ഞിട്ടുണ്ടോ? ഫസ്റ്റ് ഡേറ്റും ഫസ്റ്റ് ലവ് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഫസ്റ്റ് കിസ് കഴിഞ്ഞിട്ടുണ്ടാവും. 20s കിഡിൻ്റെ ഒരു ഇതിൽ ഇവർക്ക് വെർജിനിറ്റി വലിയ പ്രശ്നമല്ല, പാസ്റ്റ് പ്രശ്നമല്ല എന്ന് പറഞ്ഞത്. പക്ഷെ 19 കിഡീസായ എനിക്ക് പറയാനുള്ളത് നമുക്ക് പ്രശ്നമാണ്. അപ്പോൾ ഞങ്ങൾ ഇത്ര 10-20 ലക്ഷം രൂപ മുടക്കി കല്യാണം കഴിക്കും, 12 വയസ്സ് മുതലാണ്. ഞങ്ങൾക്ക് അതൊക്കെ വേണം. നമ്മളാ ക്വാളിറ്റി കീപ്പ് ചെയ്യണം. നമുക്ക് അങ്ങനത്തെ നമ്മളൊരു ക്വാളിറ്റി കീപ്പ് ചെയ്യണം, നമുക്ക് അത് വേണം. നമ്മൾ നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലത് പഠിച്ചോ തരും. എന്നിട്ട് എനിക്ക് എന്നെ കിട്ടി പെണ്ണിന്റെ കാര്യമാണ്.